ദക്ഷിണാഫ്രിക്കയെക്കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ എന്ന പേരിലുള്ള ഒരു സുഹൃത്തിന്റെ സന്ദേശം പങ്കുവച്ചതിന് പിന്നാലെ എലോൺ മസ്കിനെതിരെ രൂക്ഷ വിമർശനം ഉയരുകയാണ്. ദക്ഷിണാഫ്രിക്കയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ കുറവാണെന്നും അവിടെ മനുഷ്യത്വരഹിതമായ ഒട്ടേറെ കുറ്റകൃത്യങ്ങൾ നടക്കുന്നുവെന്നും അഴിമതി മൂലം ജനങ്ങൾ പൊറുതിമുട്ടിയെന്നും ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്ന പോസ്റ്റാണ് മസ്ക് പങ്കുവച്ചത്. എന്നാൽ പോസ്റ്റിൽ പറയുന്നതൊന്നും സത്യമല്ല എന്ന് ചൂണ്ടിക്കാട്ടി ദക്ഷിണാഫ്രിക്കക്കാർ രംഗത്തെത്തിയതോടെ സംഭവം വിവാദമായിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയ്ക്ക് എന്ത് എലോൺ മസ്ക്? എന്തായാലും എലോൺ മസ്ക് ആയാലും ആരായാലും പറഞ്ഞാൽ അതിനെതിരെ പ്രതികരിച്ചിരിക്കും എന്നതാണ് ദക്ഷിണാഫ്രിക്കക്കാർ ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നത്. ദക്ഷിണാഫ്രിക്ക സന്ദർശിച്ച ഒരു സുഹൃത്തിൽ നിന്ന് ഇപ്പോൾ ലഭിച്ച സന്ദേശം എന്ന ക്യാപ്ഷനോടെയാണ് മസ്ക് ഒരു സ്ക്രീൻഷോട്ട് എക്സിൽ പങ്കുവച്ചത്. ട്രാഫിക് ലൈറ്റുകൾ പോലുമില്ലാതെ ജോനാസ്ബർഗ് ഇരുട്ടുമൂടി കിടക്കുകയാണ് എന്നും അതുവഴിയുള്ള രാത്രി സഞ്ചാരം ഭീകരമാണെന്നും പോസ്റ്റിൽ പറഞ്ഞിരുന്നു. എന്നാൽ നിരവധി ട്രാഫിക് ലൈറ്റുകളാലും സ്ട്രീറ്റ് ലൈറ്റുകളാലും പ്രകാശിതമായ ജോനാസ്ബർഗ് നഗരത്തിൽ നിന്ന് നിരവധി പേർ ലൈവ് ഇടുകയും പോസ്റ്റിലെ വാദങ്ങൾ തെറ്റാണ് എന്ന് പറയുകയും ചെയ്തു. ദക്ഷിണാഫ്രിക്കയിൽ വർദ്ധിച്ചു വരുന്ന അഴിമതിയുടെ ഫലമായി സർക്കാർ ആശുപത്രികളിൽ ബ്രെഡിന് $50 കൊടുക്കേണ്ടി വരുമെന്നും മസ്ക് പങ്കുവച്ച പോസ്റ്റിൽ പരാമർശമുണ്ടായിരുന്നു. ഇതും നുണയാണ് എന്ന് നിരവധി ആഫ്രിക്കക്കാർ പറഞ്ഞു. ഒരു വലിയ ബ്രെഡ് ലോഫിന് ആഫ്രിക്കയിൽ $1 താഴെ മാത്രമാണ് എന്ന് സൂചിപ്പിക്കുന്ന നിരവധി മറുപടി ട്വീറ്റുകളാണ് മസ്കിനെ മെൻഷൻ ചെയ്ത് പലരും പങ്കുവയ്ക്കുന്നത്. സത്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു പോസ്റ്റ് മസ്കിനെ പോലെ ഒരാൾ പങ്കുവയ്ക്കുന്നതിന്റെ ഉദ്ദേശം എന്ത് എന്ന് വ്യക്തമാക്കണമെന്നാണ് നിരവധി പേർ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. $1 താഴെ മാത്രമാണ് വില ബ്രെഡ് ലോഫിനെന്ന് ചിലർ ചൂണ്ടിക്കാട്ടി. സ്ട്രീറ്റ് ലൈറ്റുകളാൽ അലങ്കൃതമായ ജോനാസ്ബർഗിൽ നിന്ന് ലൈവ് വീഡിയോകൾ പങ്കുവച്ചും ചിലർ പ്രതികരിച്ചു. മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചാറ്റ്ബോട്ടായ ഗ്രോക്കിനോട് ആഫ്രിക്കയിൽ ഒരു ബ്രെഡിന് ചിലവാകുന്ന പണം എത്രയാണെന്ന് ചോദിച്ചും ചിലർ പരിഹസിച്ചു. ഗ്രോക്ക് ഈ ചോദ്യത്തിനുള്ള മറുപടി നൽകിയില്ലെന്നും ചിലർ പ്രതികരിക്കുന്നുണ്ട്. ബ്രെഡ് വാങ്ങിയതിന്റെ രസീത് കൂടെ കാണിക്കണമെന്നും ചിലർ ആവശ്യപ്പെട്ടു. ചിലർ മസ്കിനെ പോലെയുള്ള ഒരാൾ എന്തിനാണ് ഇത്തരത്തിൽ വസ്തുതാരഹിതമായ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നത് എന്നും ചോദിക്കുന്നു. ഇന്ത്യയെ വാനോളം പുകഴ്ത്തുന്ന കാര്യത്തിൽ ഒരിക്കലും മസ്ക് പിശുക്ക് കാണിച്ചിട്ടില്ല. ആഫ്രിക്കയിലുള്ള ചില കാര്യങ്ങൾ വിമർശനാത്മകമായ രീതിയിൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഒരവസരത്തിൽ ഇന്ത്യയെ മസ്ക് പുകഴ്ത്തിയ കാര്യം കൂടി ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. രാജ്യത്തെ തിരഞ്ഞെടുപ്പ് സമ്പ്രദായവും ഒറ്റ ദിവസം കൊണ്ട് ഫലം പ്രഖ്യാപിക്കുന്ന ഇന്ത്യയുടെ മികവുമാണ് ഇലോൺ മസ്കിനെ ആകർഷിച്ചത്. 64 കോടി വോട്ട് ഇന്ത്യ ഒറ്റ ദിവസം കൊണ്ട് എണ്ണിത്തീർക്കുമ്പോൾ കാലിഫോർണിയയിൽ ഇപ്പോഴും വോട്ടെണ്ണിക്കൊണ്ടിരിക്കുകയാണ് എന്നായിരുന്നു മസ്കിന്റെ പരിഹാസം. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് മസ്ക് തെറ്റായി കാണുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നതാണ്. ഇന്ത്യയെ അഭിനന്ദിക്കുമ്പോൾ അദ്ദേഹം പരിഹസിച്ചത് അമേരിക്കയെ തന്നെയായിരുന്നു. എന്തായാലും ആഫ്രിക്കയിൽ ഇത്തരം കാര്യങ്ങളൊന്നും നിലവിലില്ല. അത് ശരിക്കും പരിശോധിക്കാതെ അല്ലെങ്കിൽ കേട്ടതും അത്തരത്തിലൊരു പോസ്റ്റ് എടുത്ത് മസ്ക് ഇട്ടത് ശരിയായില്ല എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മസ്കിനെതിരെ പ്രതികരണങ്ങളുമായി വരുമ്പോൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും എലോൺ മസ്കിനെ പോലെയുള്ള ഒരാൾ ഇത്തരത്തിലൊരു പോസ്റ്റ് ഇടുമ്പോൾ അതിൻ്റെ കാര്യകാരണ സഹിതം അതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ വശങ്ങൾ എന്താണ് എന്നുകൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഈ ഒരു പോസ്റ്റിൽ നിന്നും അതിന് വരുന്ന മറുപടി കമൻസിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ന്യൂസ് ഡെസ്ക് കർമ്മൻസ്.